ഓരോ പുരുഷന്മാർക്കും വീട് സമ്മാനിക്കുന്നത് സ്ത്രീയാണ്, കുടുംബം സമ്മാനിക്കുന്നത് സ്ത്രീയാണ്. സമത്വം വേണം എന്ന് പറയും, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. പുരുഷനെക്കാട്ടിലും കൂടുതൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു അവസ്ഥ സ്ത്രീക്കുണ്ട്. കാരണം അവർക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ഉള്ളതുകൊണ്ട്, ക്വാളിറ്റി ഉള്ളതുകൊണ്ട്. സ്ത്രീ സമത്വമല്ല, സ്ത്രീ ഒരു പിടി പുരുഷന്റെ മേലെയാണെന്ന് ഞാൻ പറയും. ഇപ്പം ഈ ആർട്ടിസ്റ്റ് ഇരുന്ന് ഇങ്ങനെ കരയുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ പ്രൊഡക്ഷനിലുള്ള ഒരാൾ വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് രഹസ്യമായിട്ട് സംസാരിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ നേരമായപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഒരെണ്ണം നശിച്ചാലും ബാക്കി 3 എണ്ണം രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ പ്രേമം കയറി തലയെ പിടിച്ചിട്ട് അവൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാവും. ചൂഷണം ചെയ്യാൻ നിന്നു കൊടുക്കുന്നത് അത് നമ്മുടെ ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. അതല്ലാതെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായാലും 1 ടൈം യൂസാണത്. ഒറ്റ അവസരമേ ആ രീതിയിൽ കൂടെ കിട്ടുള്ളൂ. എന്നെ അന്ന് അവിടെ വെച്ച് ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയ കഴമ്പില്ല. എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ളത് ഒന്നും വന്നിട്ടില്ല. കാരണം കഥ കേൾക്കുമ്പോൾ ചെയ്യാം എന്ന് തന്നെ തോന്നിയിട്ടുള്ളൂ. പക്ഷെ സിനിമ എനിക്ക് വേണ്ട എന്നൊരു തീരുമാനം എടുത്തിരുന്നത് കൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ടി വി സ്റ്റാർ എന്ന് പറയുന്ന മാഗസീനിലാണെന്ന് തോന്നുന്നു, സീരിയൽ താരങ്ങളെ പറ്റിയിട്ട് വരുന്നൊരു മാഗസീനാണ്. ഒരുപാട് ലേഖനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഈ ടി വി സ്റ്റാർ എന്ന മാഗസീനിൽ ചേച്ചിയുടെ മുഖചിത്രത്തോടു കൂടി തന്നെ വന്നിരുന്നു, അഞ്ജിത സിനിമയിലേക്കില്ല എന്നൊരു ഹെഡിങ് ഉണ്ടായിരുന്നു. കറക്റ്റ് അല്ലേ? അപ്പൊ അഞ്ജിത സിനിമയിലേക്കില്ല അന്ന് വന്നാണ്. എന്തായിരുന്നു ആ ഒരു ഹെഡിങ്ങിന് പിന്നിലെ ഒരു രഹസ്യം? ചേച്ചി തന്നെ പറഞ്ഞതാണോ അവരോട്? അതാണ് ഞാൻ തന്നെ പറഞ്ഞതാണ്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയാം, എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഇതൊരു ഭയങ്കര മണി മേക്കിംഗ് ഇൻഡസ്ട്രി ആണെന്ന് അറിയില്ല. അവരത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഫെയിം എന്ന് പറയണത് കോടിക്കണക്കിന് ജനങ്ങളിൽ ഒരാൾക്ക് കിട്ടുന്ന അവസരമാണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കും ഉണ്ടായിരുന്നില്ല. വേറൊരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് നമ്മൾ സിനിമയിൽ പാട്ട് സീൻ ഒക്കെ വരും. അപ്പോൾ ഇങ്ങനെ കുളിക്കുന്ന എനിക്കതൊന്നും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെയുള്ള ഡ്രസ്സിംഗ് ഒന്നും എനിക്ക് അംഗീകരിക്കാൻ ഇന്റിമേറ്റ് സീനൊന്നും പ്രശ്നമില്ല. കാരണം ഇപ്പൊ ഒരു പ്രണയ സീനിൽ അഭിനയിക്കണമെങ്കിൽ പ്രണയ സീനിൽ അഭിനയിക്കും, കട്ട് പറയുമ്പോൾ അത് വിട്ടിട്ടിരിക്കും, അത്രേ ഉള്ളൂ. അതിനകത്തൊന്നുമില്ല. പ്രണയ സീനൊന്നും അല്ല എന്റെ പ്രശ്നം, എനിക്ക് ഡ്രസ്സിങ്. ഞാൻ ആലോചിക്കും, ഏതെങ്കിലും സിനിമയ്ക്കൊക്കെ വരുമ്പോഴേ ഇത്രയും ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ. അപ്പൊ അത് തെറ്റെന്നല്ല ഞാൻ ഇപ്പോഴും പറയണം, അത് തെറ്റല്ല, സിനിമയ്ക്ക് വേണ്ടുന്ന. പക്ഷെ എനിക്കത് പറ്റില്ല. അത് ഞാൻ സിനിമ വേണ്ടാന്ന് വെച്ചു. വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാരണം, ഇത്രയും സില്ലി ആയിട്ടുള്ള ഒരു കാരണത്തിന് സിനിമ എന്ന് പറയുന്ന ഒരു വലിയ മേഖല വേണ്ടാന്ന് വെച്ചു എന്നുള്ളത്. പക്ഷേ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞപ്പോ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ നല്ല അവസരങ്ങൾ കളഞ്ഞു. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു കഥാപാത്രം നമ്മളെ ആക്കാൻ വേണ്ടി ഹോൾ ക്രൂ മെനക്കെടുന്ന ഒരു മെനക്കേടുണ്ട്. ആർട്ടുകാർ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു വെക്കുന്നു, ഡയറക്ടർ വർക്ക്ഷോപ്പ് നടത്തുന്നു, എത്രയോ. അതുപോലെ മുടിയുടെ അവിടെ ഒരു ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ. അപ്പം ഒരു ഫുൾ ക്രൂ അതിനകത്ത് ഓരോ സീനും നന്നാക്കാൻ വേണ്ടി മെനക്കെടുവാണ്. അത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കല, അതിന് ഞാൻ കിട്ടിയ അവസരങ്ങൾ പാഴാക്കി കളഞ്ഞല്ലോ എന്നുള്ള ചിന്തയുണ്ട്. അതെനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഏജില് ഒരു സിനിമയിൽ ഹീറോയിൻ ആവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിലൂടെ മനസ്സിലാക്കുന്നത് എന്റെ തലയിൽ സിനിമ എഴുതിയിട്ടുണ്ട്. തീർച്ചയായും. ചേച്ചി ഇപ്പൊ സീരിയലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് ചിന്തിക്കുകയാണ്, ചേച്ചി സ്വന്തമായിട്ട് ചിന്തിക്കുകയാണ്, ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിന്നൊക്കെ ഒന്ന് ഫ്രീ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഇതിന്നൊക്കെ ഒന്ന് മാറിപ്പോണം എന്ന് തോന്നിയ എന്തെങ്കിലും സംഭവങ്ങളോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ബ്രേക്ക് എടുക്കണം, എനിക്കിത് വേണ്ട എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും സന്ദർഭങ്ങൾ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ലൈഫിൽ അങ്ങനെ മാറി നിൽക്കാൻ തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവ് ആസ്പെക്റ്റ് ഒന്നും എനിക്ക് പറയാനില്ല. കാരണം എന്നോട് വളരെ മാന്യമായി പെരുമാറുന്ന ഒരു അപ്രോച്ചാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറയും, ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിലും സിനിമയോ സീരിയലോ ചെയ്യുന്നത് കൊണ്ട് യാതൊരു തെറ്റില്ല. നമ്മൾ അറിയണം നമ്മൾ എന്താ ചെയ്യുന്നത്.
നമ്മൾ ഏത് മേഖലയിൽ നിൽക്കുന്നു, ആരെ എവിടെ നിർത്തണം. അതെ, അതാണ് കറക്റ്റ് പോയിന്റ്. ആരെ എവിടെ നിർത്തണം, എവിടെ നോ പറയണം, എവിടെ യെസ് പറയണം, ഇന്നൊക്കെ ഉള്ള ഒരു ബോധം ഉണ്ടാവണം എന്നുള്ളത്. ഇതൊക്കെ മതി എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ, എനിക്ക് ഇപ്പോഴത്തെ ഈ സീരിയലിന്റെ ഒരു മേക്കപ്പിന്റെ ഒക്കെ ഒരു അതിപ്രസരം ഉണ്ടല്ലോ, അതെനിക്ക് അംഗീകരിക്കാൻ പറ്റും. ഉറങ്ങി എണീക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ഐലൈനറൊക്കെ മായ്ച്ച് ലിപ്സ്റ്റിക്കൊക്കെ മായ്ച്ച് ഉറങ്ങി എണീറ്റതുപോലെ വന്നു, ഇതെന്ത് പറ്റി ഇങ്ങനെ പറഞ്ഞ് ഉറങ്ങി എണീക്കുന്ന സീനല്ലേ, ഹേയ് നമുക്ക് മാറ്റമൊന്നും വേണ്ട, വലിയ സീനാണ്, അതുകൊണ്ട് ഡള്ളൊന്നും ആവണ്ട. ഇത് എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്തെന്നറിയാമോ, ഈ സീൻ എടുത്തു കഴിഞ്ഞാൽ ഉടനെ പുറത്തുനിന്ന് വരണ വേറെ സീൻ എടുക്കാനുണ്ട്. അപ്പൊ പിന്നെ മേക്കപ്പ് ഒക്കെ കളഞ്ഞിരുന്ന കാര്യം. അതുപോലെ ഭർത്താവ് മരിച്ച് അലച്ചു കിടന്ന് കരയുന്നു, അപ്പോഴും ഇതൊന്നും കുറവില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത മറ്റേ സീൻ എടുക്കണം, പുറത്തുനിന്ന് വരണ കല്യാണ സീൻ എടുക്കണം. അപ്പൊ ഇതൊന്നും എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ. അതുകൊണ്ടാണ് എനിക്കിപ്പോ സിനിമ ഒരെണ്ണം ചെയ്തപ്പോ ഒരു ഭയങ്കര റിയാലിറ്റി കുറച്ചും കൂടെ നോക്കുന്നുണ്ട്. സീരിയലുകാരെ കുറ്റം പറയാൻ, കാരണം അവരൊരു വലിയ ഓട്ടത്തിലാണ്. അതുപോലെ തന്നെ ഈ ഡയലോഗ് ഒക്കെ പറയുമ്പോഴും ഭയങ്കര നാടകീയ ഡയലോഗ് വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇതിനകത്തൊക്കെ എന്തിനു ഇടപെടണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കും. ഒരു ഡയലോഗ് വരുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ ഒന്നും ശരിയല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂല. അതേസമയത്ത് ഇപ്പൊ വരുന്ന പിള്ളേരൊക്കെ തത്തയ്ക്ക് കുത്തും പോലെ ഇങ്ങനെ നിൽക്കും, പറഞ്ഞു കൊടുക്കണത് ഇവിടെ കൂടെ കേട്ടോ, അത് ഇവിടെ കൂടെ അങ്ങ് പറയും, അങ്ങ് ഗ്ലിസറിൻ ഇട്ടിട്ട് കരയേണ്ട സീനിന് ഗ്ലിസറിൻ ഇടുക, കരയുക. അതേസമയത്ത് സിനിമയിലാണെങ്കിൽ ഇത് വച്ചുകൊണ്ട് അവരിങ്ങനെ ഇരിക്കും, കണ്ണുനീര് വരട്ടെ, ഒറിജിനൽ കണ്ണുനീര് വരുന്നത് വരെ അവര് വെയിറ്റ് ചെയ്യും. അതിങ്ങനെ തുളുമ്പുന്ന സീൻ വേണമെങ്കിൽ തുളുമ്പി പോയാൽ തുടച്ചിട്ട് വീണ്ടും അഞ്ചിതാ അഭിനയിക്കും, കണ്ണുനീര് വരട്ടെ. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ, അന്തർസംഘർഷങ്ങൾ, എന്നെ മാത്രം ബാധിക്കുന്ന, എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ചേച്ചിയുടെ ലൈഫിൽ ഒരിക്കലും ഫർഗീവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമോ ഒരു വ്യക്തിയോ ഉണ്ടെന്ന് വെച്ചാൽ, ആ സംഭവം നമുക്കിപ്പോ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു മനുഷ്യനെ കുറിച്ച് ഇല്ലാത്തത് പറയുക എന്ന് പറയണത് ഒരു വലിയ തെറ്റാണ്. അത് ചെയ്തവരെ ആരെയും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മള് മറക്കും, മനഃപൂർവ്വം മറക്കാം, പൊറുക്കാൻ പറ്റില്ല. അത് നമ്മളുടെ സോളിനോട് ചെയ്യുന്ന ഒരു വലിയൊരു ഇതായിരിക്കും. ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ മൗനം പാലിക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫ്? ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് മൗനം പാലിക്കേണ്ടി വരില്ല. ജീവിതത്തില് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ മൗനം പാലിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയണത്, ഒരു സ്ത്രീ വിചാരിച്ചാലേ ഒരു വീടുണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഓരോ പുരുഷന്മാർക്കും വീട് സമ്മാനിക്കുന്നത് സ്ത്രീയാണ്. തീർച്ചയായും. കുടുംബം സമ്മാനിക്കുന്നത് സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ വളരെ ക്ഷമയോടെ ജീവിക്കണം എന്ന് ഞാൻ പറയും. അതുപോലെ ഈ ഫെമിനിസം പറയും, സമത്വം വേണം എന്ന് പറയും. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്തിനാണ് ഒരു ഹസ്ബൻഡും വൈഫും ഡിവോഴ്സ് ആയാൽ കുട്ടികളെ അയാൾ നോക്കണം? ഒരു കുട്ടി എന്ന് പറയണത് അമ്മയുടെയും അച്ഛന്റെയും പങ്കാണ്. അപ്പോ ഈ സ്ത്രീക്ക് വരുമാന മാർഗം ഇല്ലെങ്കിൽ തീർച്ചയായും കുട്ടിയെ അച്ഛൻ നോക്കണം. വരുമാനമുണ്ടെങ്കിൽ സ്ത്രീകൾ ഇങ്ങോട്ട് പൈസ വാങ്ങിക്കുക, കുട്ടികളെ വളർത്തുക എന്നുള്ള രീതിയിൽ സ്ത്രീകൾ മുറവിളി കൂട്ടാൻ പാടില്ല. പിന്നെ സ്ത്രീയുടെ സ്വത്തുക്കൾ കുറെ അയാൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അടികൂടി വാങ്ങിക്കണം, അത് വാങ്ങിക്കണം. പിന്നെ അയാൾ അധ്വാനിച്ചത് തീർച്ചയായിട്ടും ഒരു പങ്കിന് അവകാശമുണ്ട്. കാരണം ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഒരു മാരീഡ് ലൈഫില് രണ്ടുപേരും കൂടെ ചേർന്ന് വീടുണ്ടാക്കുന്നു, സ്വത്തുണ്ടാക്കുന്നു, അതിന് അവരും കൂടെ സപ്പോർട്ട് നിന്നിട്ടാണ്. ഒരാൾ മാത്രം ശ്രമിച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാവുന്നെങ്കിൽ ഇയാളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പൊ അതങ്ങനെയല്ല. ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും കൂടെ സപ്പോർട്ടിലാണ് ഇതെല്ലാം സംഭവിക്കണം. അപ്പൊ ആ ഒരു ലൈഫിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ മ്യൂച്വലി അതിനൊരു അഡ്ജസ്റ്റ്മെന്റിൽ തന്നെ പോകണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും, സ്ത്രീ സമത്വമല്ല വേണ്ടത്,
സ്ത്രീക്ക് അംഗീകാരമാണ്. അംഗീകാരമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പുരുഷനെക്കാട്ടിലും കൂടുതൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു അവസ്ഥ സ്ത്രീക്കുണ്ട്. കാരണം അവർക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ഉള്ളതുകൊണ്ട്, അതെ. ക്വാളിറ്റി ഉള്ളതുകൊണ്ട്. അത് പ്രകൃതിയായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ക്വാളിറ്റി. തീർച്ചയായും അത് നമ്മൾ പറഞ്ഞ് അടികൂടി വാങ്ങുമൊന്നും വേണ്ട. സ്ത്രീ സമത്വമല്ല, സ്ത്രീ ഒരു പിടി പുരുഷന്റെ മേലെയാണെന്ന് ഞാൻ പറയും. അത് അംഗീകരിക്കുന്ന പുരുഷനാണ് വലിയവനെന്നും ഞാൻ പറയും. സ്ത്രീയുടെ വാല്യൂ മനസ്സിലാക്കണം. ഒരു സ്ത്രീ എന്തെല്ലാം സിറ്റുവേഷനിലൂടെയാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു മൂഡ് ചേഞ്ച് അല്ലെങ്കിൽ ശാരീരിക വ്യത്യാസങ്ങൾ പുരുഷനിലില്ല. അപ്പൊ അത് ദൈവം പുരുഷന് കൊടുത്ത ഒരു അനുഗ്രഹവും സ്ത്രീക്ക് ഇതൊക്കെ സഹിക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് സ്ത്രീക്ക് കൊടുത്തതുകൊണ്ട്. അപ്പൊ നമ്മളെ സ്ത്രീകൾ ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ അംഗീകരിക്കണ്ടേ? തീർച്ചയായും സ്ത്രീ പുരുഷനെയും അംഗീകരിക്കണം. അതെ. ചേച്ചി, അഭിനയ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇല്ലാന്ന് പറയാൻ ആർക്കും പറ്റില്ല, കറക്റ്റ് അല്ലേ? സൈലന്റ് പ്രഷേഴ്സ് ഒരുപാട് നേരിട്ടുള്ള ഒരുപാട് സ്ത്രീത്വങ്ങളുണ്ട്, ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, അല്ലെങ്കിൽ സീരിയൽ ആർട്ടിസ്റ്റുകളുണ്ട്. സൈലന്റ് പ്രഷേഴ്സ് ഒരുപാട് പേര് അനുഭവിക്കുന്ന കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്, അവര് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, കരയുന്നുണ്ട്, മേക്കപ്പ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഇടയിൽ കൂടെ കരയുന്നുണ്ട്, തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനന്ന് കുറച്ചും കൂടെ ചെറുതാ, ഇത്രയും എനിക്ക് കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഈ ആർട്ടിസ്റ്റ് ഇരുന്ന് ഇങ്ങനെ കരയുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ പ്രൊഡക്ഷനിലുള്ള ഒരാൾ വന്ന് ഇവരെ വിളിച്ചുകൊണ്ട് രഹസ്യമായിട്ട് സംസാരിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ നേരമായപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചവർ. അപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ അമ്മ എൻ്റെ അമ്മയോട് പറയുകയാണ്, വീട്ടിൽ വേറെ 3 പെൺകുട്ടികളുണ്ട്, ഇവർക്ക് 3 മക്കളാണ്. ആ 3 പെൺകുട്ടികളുണ്ട്. ഒരെണ്ണം നശിച്ചാലും ബാക്കി 3 എണ്ണം രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയത്. അവക്കിപ്പോൾ ഒരാളോട് പ്രേമം കയറി തലയെ പിടിച്ചിട്ട് അവള് ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവുന്നില്ല. അപ്പൊ അമ്മ അടക്കം ഇവരെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിർബന്ധിക്കുകയാണ്. ഇവർക്കൊരാളോട് പ്രണയം തോന്നിയപ്പോൾ ഇവർ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് മാന്യമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കാം. എനിക്ക് വാസ്തവത്തിൽ ഭയങ്കര സങ്കടം തോന്നി. അവര് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയി, അത് വേറെ കാര്യം, ഇപ്പോഴും ഫീൽഡിലുണ്ട്. പക്ഷെ എനിക്ക് അവരോട് എന്നും ബഹുമാനമാണ്. കാരണം ലൊക്കേഷനിൽ അവരുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് ഞാൻ വേറൊരു ആർട്ടിസ്റ്റിനെ ഇതുപോലെ കോട്ടയത്തുള്ള ഒരു പൂഞ്ഞാർ കൊട്ടാരം ഉണ്ടല്ലോ, പൂഞ്ഞാർ കൊട്ടാരത്തിന്റെ അവിടെ ഷൂട്ടിംഗ് നടക്കുക. ഇവരിങ്ങനെ എല്ലാവരുടെയും തോളത്ത് കൈയിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് നടക്കും. ഈ 2 ആർട്ടിസ്റ്റുകളുടെ കോൺട്രഡിക്ഷൻ ഞാൻ പറയണം. ഇവര് കുറച്ച് അഡ്ജസ്റ്റ്മെന്റിനൊക്കെ ഈ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും വളരെ ഡീസന്റ് ആയിട്ട് ഇവര് ലൊക്കേഷനിൽ ബിഹേവ് ചെയ്യുള്ളൂ. ഞാൻ ഇന്ന് വരെ ഇവരെ ഒരു മോശം ഇതിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് ആ ഒരു സ്ത്രീയുടെ ക്വാളിറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ ഒരു അവസ്ഥയാണ്, ചൂഷണം ചെയ്യപ്പെടുകയാണ് അവിടെ, അമ്മയടക്കമുള്ളവർ ചേർന്ന്. ഇവിടെ ഇവരിങ്ങനെ എല്ലാവരുടെയും തോളത്ത് കൈയിടുന്നു, ബഹളം വയ്ക്കുന്നു, അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട് അവിടെ നിന്നൊരു ആൽമരം മറിഞ്ഞൊരു വീഴ്ച. ആ നാട്ടുകാരെല്ലാരും കൂടെ അങ്ങ് ബഹളം വെച്ചു. ഈ സ്ത്രീ ഇവിടെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കണ കണ്ടപ്പോഴേ ഞങ്ങൾ തോന്നി ഇവിടെ എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആകെ ബഹളം. അവസാനം ഷൂട്ടിംഗ് അവിടെ കൺട്രോൾ നടത്താൻ പറ്റണില്ല. എല്ലാവരും ആകെ വല്ലാത്തൊരവസ്ഥ. ഞാൻ പോയിട്ട് ഞാൻ ചോദിച്ചു, സ്ത്രീകൾ ആൽമരത്തിന്റെ മണ്ടയിൽ ഇരുന്നിട്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അത്ര നേരം എല്ലാവരും അവിടെ ഇരിക്കുകയായിരുന്നു. പറഞ്ഞ അവരങ്ങനെ കാണിച്ചെങ്കിലും ഞങ്ങൾ വളരെ ബഹുമാനത്തോടു കൂടെ അല്ലേ ഇരുന്നത്. ആൽമരത്തിനെ മാനിച്ചുകൊണ്ടും ഇവിടെ അമ്പലത്തിന്റെ അവസ്ഥ ഇതെല്ലാം ഞാൻ അതെ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ബഹളം വയ്ക്കുക, നമ്മളിതൊരു ഷോട്ടേ ഉള്ളൂ, അതൊന്ന് എടുത്തിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി സംസാരിച്ചത് കൊണ്ട് മാത്രം അന്ന് ബാക്കി ഷൂട്ടിങ് നടക്കുകയും ഒക്കെ ചെയ്തു. ഇതിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ വേണം എങ്ങനെ എവിടെ പെരുമാറണം എന്ന് തീരുമാനിക്കും. അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രി മാത്രമല്ല, അതുകൊണ്ട് ലോകത്ത് മുഴുവൻ പണ്ട് മഹാഭാരതം എടുത്താൽ തൊട്ട് ഏറ്റവും സുന്ദരമായ ഒരു സൃഷ്ടിയാണ് സ്ത്രീ. അപ്പൊ ആ സുന്ദരമായ സൃഷ്ടിയുടെ പുറകെ ഇങ്ങനെ ആൾക്കാര് പല രീതിയിൽ മല്ലടിച്ചോണ്ട് നടക്കുക. അപ്പൊ നമ്മുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കി അവിടെ ഇത് പറയാൻ ഒരു സ്ത്രീക്ക് പറ്റണം. ഇഷ്ടത്തോടു കൂടെ ആരെന്ത് ചെയ്യണോ അത് വേറെ കാര്യം, അതിനെ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ ചൂഷണം ചെയ്യാൻ നിന്നു കൊടുക്കരുത്. അത് നമ്മുടെ ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ
പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. നമ്മുടെ കഴിവ് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്തൂ. ഇപ്പോൾ സ്ത്രീകളെ അവരുടെ ശാരീരിക ഇത് പറയുന്നുണ്ടെങ്കിൽ പുരുഷന്മാര് സോപ്പിട്ടിട്ടും ഒക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ മൊത്തത്തിൽ പറയുകയാണ്, കഴിവ് മാത്രമേ ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതല്ലാതെ എന്ത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാലും ഓൺ ടൈം യൂസ് ആണത്. ഒറ്റ അവസരമേ ആ രീതിയിൽ കൂടെ കിട്ടുള്ളൂ, സെക്കൻഡ് അവസരം കിട്ടില്ല. അത് മനസ്സിലാക്കാത്ത പെൺകുട്ടികളാണ് എന്തിനും തയ്യാറായിട്ട് നടക്കുന്നതും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ പരാതി ഇവിടെ പരാതി, ഈ കംപ്ലൈന്റ് കൊടുക്കൽ, ബഹളം വെക്കൽ, ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അവനവൻ്റെ സ്ത്രീ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ മനസ്സിലാക്കി വേണം ഇൻഡസ്ട്രിയിലുള്ളവരും ഒക്കെ പെരുമാറാൻ. എനിക്ക് അത്ര മോശം ഒരു ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളെ എടുത്ത് നോക്കൂ, നമ്പർ 1 നിരയിലേക്ക് വന്നിരിക്കുന്നവരെല്ലാം കഴിവ് കൊണ്ട് മാത്രം വന്നവരാണ്. രണ്ടാമതൊരു വർക്ക് ചെയ്യണമെങ്കിൽ അത് അവരുടെ കഴിവ് കൊണ്ട് മാത്രം ചെയ്ത്, അത് അംഗീകരിക്കണം. ചേച്ചി, ഇന്നിപ്പോൾ സിനിമ അല്ലെങ്കിൽ സീരിയൽ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്കൊരു പ്രശ്നം ഇന്ന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഘടനകൾ പോലെ, ഒരുപാടല്ല 1-2 സംഘടനകൾ ഇപ്പോൾ നിലവിലുണ്ട്. വളരെ അടുത്തിടയ്ക്കാണ് മീറ്റു പോലുള്ള ക്യാമ്പയിനുകൾ വരുന്നു അല്ലേ. അപ്പോൾ WCC എന്ന് പറഞ്ഞ സംഘടന മലയാള സിനിമയിൽ നിലവിൽ വരുന്നു. ചേച്ചി എന്നുള്ള കാലത്ത് അങ്ങനെയൊന്നുള്ള സംഘടനകളൊന്നും ഇല്ലായിരുന്നു അല്ലേ. അതിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു. എന്താണ് ചേച്ചിക്ക് ഈ പറയുന്ന, ഒന്നാമത്തെ കാര്യം മീറ്റു എന്ന് പറയുന്ന, മീറ്റു ഒരു പേര് മാത്രമാണത്, പലരും അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് ഒരു പേരാണ് മീറ്റു ക്യാമ്പയിൻ. അതിനോടും അതോടൊപ്പം WCC പോലുള്ള സംഘടനകളോടും ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ, ചേച്ചിക്ക് എന്താണ് ചേച്ചിയുടെ ഒപ്പീനിയൻ? ഈ സംഘടനകൾ എപ്പോഴും നല്ലതാണ്, സംഘടിതമായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ ഒരു പ്രശ്നം വന്നാലുണ്ടല്ലോ, അവനവൻ മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഈ സംഘടിതമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന, ഇപ്പം എന്തെങ്കിലും ഒരു ഇൻസിഡന്റിനെതിരെ സംസാരിക്കുന്നവർ സത്യസന്ധമായി നല്ല ഉറപ്പുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും വിജയം കാണും. പക്ഷെ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ പേരും സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. പിന്നെ വേറൊന്ന്, എൻ്റെ മാത്രം അഭിപ്രായമാണ്, ഒരാള് പീഡിതയായാൽ, ഇപ്പൊ ഈ നടന്ന ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിന് അതല്ലാതെ ഇപ്പൊ ഈ മീറ്റു പോലെയുള്ള വന്നപ്പം എന്നെ അന്ന് അവിടെ വെച്ച് ഒരാള് പീഡിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയ കഴമ്പില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, സ്ത്രീകൾക്ക് പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പലതും എന്നും കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പ്രതികരിക്കണം എന്നാ. എന്ന് വെച്ചാൽ ഇപ്പൊ ലേറ്റ് ആയിട്ട് പ്രതികരിച്ചതെല്ലാം കള്ളമാണ്. കാരണം സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ അനുഭവിച്ച കാര്യങ്ങൾ പുറത്തു പറയാൻ മടിയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. തുറന്നു പറഞ്ഞാൽ എത്ര ആൾക്കാർ കൂടെ നിൽക്കും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ഇന്ന് അല്ലെങ്കിൽ ഇനി അങ്ങനെയല്ല. ആരെങ്കിലും പീഡനം അനുഭവിച്ചാൽ അവരത് ഉടനെ പുറത്തു പറയും. പക്ഷെ ബലം വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പലതും എന്താ സംഭവിക്കണമെന്ന് വെച്ചാ, ഞാനത് സഹിച്ചാലും എനിക്കത് കിട്ടുമല്ലോ എന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടായിട്ടുണ്ട്. അത് സ്വാർത്ഥതയാണോ, അത് അവരുടെ അവസ്ഥയാണോ, അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണോ എന്നുള്ളത് ഇന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഈ കൂടെ നിൽക്കുന്നവർക്കും ആർക്കും പറയാൻ കഴിയില്ല. കിട്ടാതെ വരുമ്പോ ഞാൻ ഇത്രയൊക്കെ സഹിച്ചിട്ടും എനിക്കത് കിട്ടിയില്ല, ഇതല്ലേ പല പ്രശ്നത്തിനും. ഇത് കൊടുത്താൽ അത് കിട്ടും, അതാണ് അവരത് ചെയ്തത്. കിട്ടാത്തപ്പോ മുറവിളി കൂട്ടുക എന്ന് പറയണത് വലിയൊരു കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സെൻസിബിൾ ആയിട്ട് കാര്യങ്ങൾ എടുക്കുക. സ്ത്രീകൾക്ക് അറിയണം എവിടെ ശബ്ദം ഉയർന്ന, സ്ത്രീകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾ കുറച്ചും കൂടെ സെൽഫ് റെസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ളവരാരും നമ്മുടെ മുമ്പ് നിൽക്കില്ല. പിന്നെ ഒരു സ്ത്രീക്ക് എപ്പോഴും ശത്രുവായിട്ട് നമ്മൾ കാണുന്നത് മറ്റൊരു സ്ത്രീയാണ്. അപ്പൊ അതുണ്ടാവാതെ നോക്കണം. ഇതിപ്പോ ഞാൻ പറയുമ്പോ സ്ത്രീകളെല്ലാരും കൂടെ എന്റെ മേലെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അതൊരു സത്യമാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവ്, സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവെന്ന് പറയണത് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളത് മാത്രമല്ല, നല്ല സെൻസും കൊടുത്തിട്ടുണ്ട്. ആ സെൻസ് നമ്മൾ ഉപയോഗിക്കണം, ബുദ്ധിപരമായിട്ട് നീങ്ങും. നർത്തകി ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. പറഞ്ഞല്ല, യുവജനോത്സവങ്ങൾ എന്താ പറയാ, ഭയങ്കര നെഗറ്റീവ് തലത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന കാഴ്ചകളാണ് നമ്മൾ പലപ്പോഴും കാണാൻ സാധിക്കുക. അതായത് അർഹതയുള്ള കുട്ടിക്ക് സമ്മാനം കിട്ടാതെ വരുമ്പോൾ അടുത്ത കരച്ചിലും നിലവിളിയൊക്കെ നമ്മൾ ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് പല വീഡിയോകളും നമ്മൾ കണ്ടിരുന്നു, നമ്മളിപ്പോഴും കൺമുമ്പിലുണ്ട്. ഇപ്പോൾ പല നായികമാരായിട്ടുള്ള പലരും പണ്ട് വന്നിട്ട് കരഞ്ഞു വിളിച്ച കഥകളൊക്കെ നമുക്ക് ഇപ്പോഴും അതൊക്കെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ ഒരു കല, അതിപ്പോൾ ഡാൻസ് എന്ന് തന്നെ ഞാൻ പറയുന്നില്ല ചേച്ചി, ആ ഒരു കല പഠിക്കുന്നത്
മത്സരങ്ങൾക്ക് വേണ്ടി തന്നെ വേണമെന്നാണോ, അല്ലെങ്കിൽ ലൈഫിലുടനീളം അത് പരിഭാവനമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കലയാണെന്ന് ചിന്തിച്ച് പഠിക്കണം എന്നുള്ള ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? ഇപ്പം ഞാൻ ഡാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ലൈഫ് സ്കില്ലായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരേ സമയം തല മുതൽ കാല് വരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം. മുഖം നന്നാക്കി വെക്കണം, മേക്കപ്പ് ഇടണം, ചിരിക്കണം, നമ്മൾ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ആ ഇമോഷൻസ് ഫീൽ ചെയ്യണം, താളം നോക്കണം. ഇത് എല്ലാം കൊണ്ട് മൾട്ടി ടാസ്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കഴിവുള്ളൊരു കുട്ടിക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും. അപ്പം അതുകൊണ്ട് തന്നെ ഡാൻസ് പഠിക്കുന്നതിലൂടെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കലാരൂപമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. എന്തോ ഒരു മെമ്മറി പവർ ഡെവലപ്ഡ് ആവും എന്നറിയാമോ ഈ ഡാൻസ് പഠിക്കുന്ന കുട്ടി. ഡാൻസ് നന്നായി കളിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും പഠിത്തത്തിൽ താഴെ പോവില്ല. പഠിക്കാൻ സമയം കിട്ടായകയോ അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കാത്തതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ട് മാർക്ക് കുറയുന്നല്ലാണ്ട് ഒരിക്കലും ബുദ്ധിയില്ലാത്തൊരു കുട്ടിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല. പാരന്റ്സ് ഒരു 9ാം ക്ലാസ് ആകുമ്പം പാരന്റ്സ് ഇങ്ങനെ പിടിച്ചു നിൽക്കും. 10ാം ക്ലാസ് ആണ്. ഞാൻ പറയും പരീക്ഷയ്ക്ക് ഒരു ദിവസം മുന്നേ അല്ലാതെ ഈ ഡാൻസ് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട, അത് വയ്ക്കരുത്. രണ്ടാമത് എനിക്ക് പൊതുവെ കോമ്പറ്റീഷൻസ് അത്ര ഇഷ്ടമാണ്. പക്ഷെ അതിനകത്ത് ഇപ്പോൾ ഉള്ളൊരു നല്ല ഗുണം എന്ന് പറയുന്നത് ഗ്രേഡിങ് വന്നപ്പോൾ ഒരു കുട്ടിക്ക് ഫസ്റ്റ് സെക്കൻഡ് 70 പേരൊക്കെ കളിക്കുമ്പോഴേ ഒരു കുട്ടിക്ക് ഫസ്റ്റും സെക്കൻഡും കൊടുത്തിട്ട് ബാക്കി കുട്ടികളൊക്കെ പാവമല്ലോ. അപ്പോൾ ഈ എ ഗ്രേഡ് ബി ഗ്രേഡ് അവരെ ഗ്രേഡ് തിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യം. പിന്നെ ഒരുപാട് ലക്ഷങ്ങൾ വാരി എറിഞ്ഞ് പ്രൈസ് വാങ്ങുക, അതൊന്നും അത് കലയോട് ചെയ്യുന്നൊരു വലിയ ദ്രോഹമാണ്. പിന്നെ കുട്ടികളെ ആണെങ്കിലും പ്രൈസ് കിട്ടിയില്ലെങ്കിലും ചിരിച്ചോണ്ട് നിൽക്കാൻ നമ്മൾ വില്ലിങ് ആക്കണം. പ്രൈസ് പഠിപ്പിക്കുന്ന അധ്യാപകനോട് അതിനകത്ത് വേറൊരു കാര്യം, കുട്ടികൾക്ക് പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, പെർഫോമർ ആക്കുക. എൻ്റെ ഒരു ശ്രീവിദ്യാ കലാനികേതന്റെ ഒരു എയിം എന്ന് പറയുന്നത് ഡാൻസേഴ്സിനെ പെർഫോമേഴ്സ് ആക്കുക, ജീവിതത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് അവർ ജീവിക്കാനുള്ള ഒരു ഇതുണ്ടാക്കുക, നല്ല മെമ്മറി പവറോടുകൂടെ കുട്ടികൾ എത്തേണ്ടടുത്ത് എത്തുക. അതിന് ഡാൻസ് എന്ന് പറയുന്നത് അവർക്ക് ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും. തീർച്ചയായും. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് കുറച്ച് മാറി ഒന്ന് സഞ്ചരിക്കാം. വേറൊന്നുമല്ല, കുറച്ചൊരു റാപ്പിഡ് ഫയറുള്ള കുറച്ച് ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കുന്നു, പെട്ടെന്ന് ആൻസർ പറയുന്നു. ഒരു ആൻസർ ഉണ്ടാവുമല്ലോ അതിനകത്ത്, അത്രയ്ക്ക് ടൈം എടുക്കാൻ പാടില്ല. പെട്ടെന്ന് എന്താണ് മൈൻഡ് വരുന്നത് അങ്ങോട്ട് പറയാം, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എന്റെ പ്രശ്നം എന്താണെന്നറിയാം, അതിനോട് മനസ്സിലാക്കണം, ഒറ്റ വാക്കിൽ ഒന്നിനും ഉത്തരം പറയാം. ഇഷ്ടം പോലെ വാക്കലുണ്ടോ. തുടങ്ങട്ടെ. അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, അഭിനയം എന്ന് പറയുന്നത് ചേച്ചിക്ക് ഫ്രീഡം ആണോ പ്രഷറാണോ? ഫ്രീഡം ആണ്. ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ അവസാന കാര്യം എന്താണ്? പരിചയമില്ലാത്ത പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് വെക്കാത്ത ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം. സെറ്റിൽ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഏത് സെറ്റായിരുന്നു? ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ തിരിച്ചു പോകാൻ വണ്ടി ഉണ്ടാവണം, അതില്ലെങ്കിൽ ദേഷ്യമാണ്. ഇന്നും ചേച്ചിക്ക് ഇൻസെക്യൂരിറ്റി തരുന്ന ഒരു കാര്യം എന്താണ്? ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ലായ്മയാണ്. ദൈവാനുഗ്രഹിച്ച് എനിക്കതിപ്പോ ഉണ്ട്. പക്ഷെ എങ്കിലും ഒരു മനുഷ്യന്റെ ബേസിക് ആവശ്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യലി സെക്യൂർ ആവുക, ഫിനാൻഷ്യൽ ഫ്രീഡം. ഒരു കഥാപാത്രത്തെ ഇഷ്ടപ്പെടാതിരുന്നിട്ടും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ക്രിറ്റിസിസം ചേച്ചി കേൾക്കാറുണ്ടോ, വായിക്കാറുണ്ടോ, ചേച്ചി പറയാറുണ്ടോ? ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാറില്ല, പക്ഷെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുള്ളതായിട്ട് തന്നെ പറയും. എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഞാൻ സ്വീകരിക്കും, കേൾക്കും, അങ്ങ് വിടും. അത് മൈൻഡിലേക്ക് എടുക്കില്ല. ഒരു നോ പറഞ്ഞത് കരിയർ സേവിംഗ് ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് ഏതാണ്? അങ്ങനത്തെ മൊമെന്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ക്യാരക്ടർ വന്ന നോ പറയും. ഇന്നത്തെ സീരിയൽ ഇൻഡസ്ട്രി സേഫർ ആണെന്ന് തോന്നലുണ്ടോ ചേച്ചിക്ക്? സേഫ് ആണ്. മദർഹുഡ് ചേച്ചിയെ സോഫ്റ്റർ ആക്കിയോ സ്ട്രോങ്ങർ ആക്കിയോ? സ്ട്രോങ്ങർ ആക്കി. സ്പോട്ട്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു കോൺഫിഡൻസ് എന്റെ കൂടെ ഉണ്ട്. വെരി ഗുഡ്. ഒരു കഥാപാത്രം ചേച്ചിയെ ഇമോഷണലി ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കഥാപാത്രം ഏത്? ദുർഗ. അതെ, അതെനിക്ക് തോന്നി. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ദുർഗയെ കുറിച്ച് പറഞ്ഞതാണ്. ആക്ടിങ് നിർത്തേണ്ടി വന്നാൽ ഹാർഡസ്റ്റ് പാർട്ട്? അഭിനയം നിർത്തുമ്പോ മിസ് ചെയ്യുന്നത് കുറെ സൗഹൃദങ്ങളായിരിക്കും. ലൊക്കേഷനിലെ സൗഹൃദങ്ങൾ ഞാനത് ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ്. വീട്ടിൽ നിന്ന് രാവിലെ തന്നെ മെനക്കെട്ട് ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ചെടുത്തോണ്ട് പോയി സമയാസമയങ്ങളിൽ എല്ലാവർക്കും ഫീഡ് ചെയ്യുക. അപ്പൊ അതൊക്കെ ഞാൻ മിസ് ചെയ്യും. വേറെ ആർട്ടിസ്റ്റിക് സൈഡിൽ നിന്നുള്ളത് അത് വലിയ ഹാർഡസ്റ്റ് പാർട്ട് തന്നെ. നമ്മളൊരു ക്യാരക്ടർ ആവുക എന്ന് പറയുക, അഭിനയിക്കുക എന്ന് പറയുന്ന ആ ഒരു ഇഷ്ടം ഞാൻ ഇപ്പോഴാണ് ശരിക്കും എന്റെ ഇൻഡസ്ട്രിയെ സ്നേഹിച്ചു തുടങ്ങിയത്. പണ്ടൊന്നും എനിക്കൊന്നും അറിഞ്ഞൂടാ. നമ്മൾ ഏതെങ്കിലും ഏതെങ്കിലും സ്കൂളിലൊക്കെ നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോ ഇങ്ങനെ
പൂവൊക്കെ ഇട്ട് നമ്മളിങ്ങനെ സ്വീകരിക്കും. ആ വാല്യൂ ഒന്നും അന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് അതൊക്കെ ഭയങ്കര ദൈവികമായ ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ടുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ പോവില്ല, പിന്നെ മിസ്സാവൂലേ? അതെ, കറക്റ്റ്. ചേച്ചി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ലേബൽ എന്താണ്? ചേഞ്ച് ചെയ്യാനുള്ള ലേബൽ സീരിയൽ നടി എന്ന് കേൾക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം ആക്ട്രസ് എന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ അഭിനേത്രി, അല്ലെങ്കിൽ കലാകാരി എന്ന് കേൾക്കാൻ. ഒരു വാക്കിൽ ഇന്നത്തെ അഞ്ജിത ആരാണ്? ഒറ്റ വാക്കിൽ ഇന്നത്തെ അഞ്ജിത ആരാണ്? വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ലാസ്റ്റ്, ഇന്നും നെർവസ് ആകുന്ന ഒരു മൊമെന്റ് എന്താണ്? ആദ്യത്തെ ഒരു വർക്കില് ആദ്യത്തെ ഷോട്ട് എന്ന് പറയുന്നത് നെർവസ് ആവും. ഒരു സ്റ്റേജിൽ കയറിയ മൈക്ക് എടുത്ത ഉടനെ ഒരു നിമിഷം നെർവസ് ആവും, പിന്നെ അത് ഓക്കെ ആവും. അതുകൊണ്ട് ആദ്യത്തെ ആ മൊമെന്റ് എന്ന് പറയുന്നത് നെർവസ് മൊമെന്റ് ആണ്. റാപ്പിഡ് ഫയർ എന്ന് പറയുന്നത് അത് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞങ്ങളുടെ ആർക്കെ ടോക്സിൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് ചേച്ചി എത്തിയതും ഞങ്ങളോട് സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് തന്നതും ഒത്തിരി സന്തോഷം. ലൈഫിൽ വരാൻ പോകുന്ന പ്രോജക്റ്റൊക്കെ ഏറ്റവും സൂപ്പറാവട്ടെ. സിനിമ ഇനി അടുത്ത് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നല്ല കഥാപാത്രങ്ങൾ ചെയ്ത താരമായി വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പറയാണ്. എന്താണ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചേച്ചിക്ക് പറയാനുള്ളത്? എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം. ആർക്കെ ടോക്സ് ഒരു വലിയ സക്സസ്ഫുൾ പ്ലാറ്റ്ഫോമായിട്ട് മാറട്ടെ. അതുപോലെ ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഇതൊരു ട്രെൻഡ് സെക്ടറാണ്. തീർച്ചയായും. കാരണം നിങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിലൊരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ആർക്കെ ടോക്സിന്റെ ഈ മനോഹരമായിട്ടുള്ള എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത അതിഥിയുമായിട്ട് നമ്മൾ ഇനി കണ്ടുമുട്ടുമ്പോഴേക്കും എല്ലാവർക്കും റേഡിയോ കേരളം 147.6